മാർച്ച് 15 വെള്ളിയാഴ്ച, നോമ്പുകാലത്തെ 4-ാമത്തെ ആഴ്ച. യോഹന്നാൻ 7-ാം അധ്യായം 1 മുതൽ 2 വരെയും 10 25 മുതൽ 30 വരെയും വാക്യങ്ങൾ. പ്രായമായ പിതാവിൽ നിന്ന് ഏതാണ്ട് 500 മൈൽ അകലെ താമസിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. അവൾ ഒരു ബിസിനസ്സുകാരിയായിരുന്നു. കുറേ മാസങ്ങളായി അവർ തമ്മിൽ കണ്ടിട്ട്. ഒരു ദിവസം അച്ഛൻ അവനെ വിളിച്ച് ചോദിച്ചു, എപ്പോഴാണ് മോളെ നീ ഒരു സന്ദർശനത്തിന് വരുന്നത്? മകൾ തൻ്റെ സമയത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും ബിസിനസ് മീറ്റിങ്ങുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ കുറച്ചു കാലമായി ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ ശവസംസ്കാരത്തിന് വരാൻ പ്ലാനുണ്ടോ? ആ സ്ത്രീ മറുപടി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും ഞാൻ ശവസംസ്കാരത്തിന് വരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കൊള്ളാം, നമുക്കൊരു കരാറുണ്ടാക്കാം. ശവസംസ്കാരം മറന്നേക്കുക. അന്നത്തെക്കാളും എനിക്ക് ആവശ്യം ഇപ്പോഴാണ്. നോമ്പിൻ്റെ അവസാന 2 ആഴ്ചകളിലെ സുവിശേഷങ്ങളിൽ യേശുവിന് വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് ഒരു സൂചനയുണ്ട്. ഈ നാടകം അവസാനിക്കുമ്പോൾ തീവ്രത കെട്ടിപ്പടുക്കുന്നത് നമുക്ക് കാണാം. അവിടെയുള്ള യഹൂദന്മാർ തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. മത അധികാരികൾ തന്നെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ യേശു തന്നെ താൻ പിതാവിനാൽ അയക്കപ്പെട്ട വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ശരിയായ സമയമായിരുന്നില്ല എന്ന കാരണത്താൽ ഫരിസേയരുടെ ദുഷിച്ച പദ്ധതി അപ്പോൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് ആസൂത്രണം ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ പല സുപ്രധാന ഉദ്യമങ്ങളിലും സമയം പ്രധാനമാണ്. മാത്രമല്ല, ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ഒരേ ഒരു പരിഗണനയും അതായിരിക്കാം, സമയം. നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യവും ഇതുതന്നെയാണ്. പലപ്പോഴും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം. ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കാത്തതിൻ്റെ കാരണം അത് ഇപ്പോൾ നമുക്ക് നല്ലതല്ല എന്ന് കരുതിയിട്ടാകണം. ഇവിടെയാണ് ക്ഷമയും സ്ഥിരോത്സാഹവും വേണ്ടത്. തൽക്കാലം മികച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുക. ശരിയായ സമയം വരുമ്പോൾ എല്ലാം ശരിയാകും. ആ ശരിയായ സമയം ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് നാം എപ്പോഴും അവനിൽ ആശ്രയിക്കേണ്ടത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ഓർക്കുക, പല സാഹചര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിനാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ചെയ്യാൻ കഴിയാത്തത് അംഗീകരിക്കുക. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിൻ്റെ രഹസ്യം ഇതാണ്: നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ദൗത്യം നിർവഹിക്കുകയും ബാക്കിയുള്ളതെല്ലാം ദൈവത്തെ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.